തിരിച്ചു കൊടുക്കേണ്ടത് ഞാനല്ല, കൊടുക്കേണ്ടത് എനിക്കറിയത്തില്ല. അച്ചടാ, എന്റെ തക്കുടു അവയ്ക്ക് അറിയത്തില്ലയോ? ഇവിടുന്ന് ഒരു ഇല അനങ്ങി ഉടനെ വിളിച്ചു പറയുന്ന ആള് പറഞ്ഞില്ലല്ലയോ? അയാളും ഡിഫർമേഷൻ കേസുമായിട്ടിരിക്കുക. മറ്റേ വാലില്ല, വാലിന്റെ ഒരു അനക്കവും ഇല്ല. വാല് പറയാത്തതുകൊണ്ട് നമ്മുടെ ചേച്ചി ഒന്നും അറിഞ്ഞിട്ടില്ല. വീട് തിരിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞ നോട്ടീസ് കിട്ടിയിട്ടുമില്ല. വീട് ഞാൻ വിട്ട് തിരിച്ചു കൊടുക്കാൻ പോണമില്ല. എനിക്കൊന്നും അറിയത്തുമില്ല, അതെന്റെ വീടുമല്ല. ഇതാണ് രേണുവിന്റെ നിലവിലെ സ്റ്റാൻഡ്. എനിക്ക് സംഭവം അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. രേണു ബഹ്റൈനിലായിരുന്നു. നമ്മുടെ ബാച്ചിലേഴ്സ് ഉണ്ടല്ലോ, ബാച്ചിലേഴ്സിന്റെ പ്രൊമോഷനായിട്ട് പോയിരിക്കുകയായിരുന്നു. പ്രൊമോഷനൊക്കെ പോയിട്ട് അവിടെ ബഹ്റിനിൽ നിന്നപ്പോഴാണ് ഇവിടെ നമ്മുടെ ബിഷപ്പ് ഒരു ഇൻഡാസ് പുള്ളിക്കാരിക്ക് കൊടുത്തത്. ആ ഇൻഡാസിനകത്ത് 7 ദിവസത്തിനകം പുള്ളിക്കാരൻ ഈ ബിഷപ്പിനെ അധിക്ഷേപിച്ചുകൊണ്ടുള്ള പോസ്റ്റുകളെല്ലാം റിമൂവ് ചെയ്യണം, ഇല്ലെങ്കിൽ ഇഷ്ടദാനമായി കൊടുത്ത സ്ഥലം തിരിച്ചെടുക്കുമെന്നും പറഞ്ഞിട്ടുള്ള ഇൻഡാസ് ആണ് കൊടുത്തത്. ഈ ഇൻഡാസിനെ കുറിച്ച് രേണു അറിഞ്ഞിട്ടേ ഇല്ല. എനിക്കറിയത്തേ ഇങ്ങനെ ഒരു സംഭവം മനസ്സാ വാച കർണാടക രേണു അറിഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത്. നമുക്ക് രേണുവിന് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ കേട്ട് തുടങ്ങാം. ഒന്നാമത്തെ കാര്യം അവിടുത്തെ സമയം ഇപ്പൊ ഒരുപാട് തണുപ്പും കൂടെയാണ്, അതുകൊണ്ട് ഉറങ്ങാൻ സമയമില്ല. ഇപ്പൊ ഞാൻ ഈ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തപോലെ ഞാൻ അറിഞ്ഞില്ല, പേടിച്ചു പോയി. ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തത് പോലും രേണു അറിഞ്ഞിട്ടില്ല. അത്രയ്ക്കും ഉറക്കമായിരുന്നു, അത്രയ്ക്കും സമയം ശരിയായിട്ടില്ല. രേണു ടയേർഡാണ് നമ്മുടെ രേണു. നല്ലോണം പണിയെടുക്കുന്നില്ല, ടയേർഡായിരിക്കും. ചാടി എണ്ണീറ്റ് ഞാൻ അറിഞ്ഞില്ല, അത്രയ്ക്ക് ഉറക്കമായിരുന്നു. ഉറങ്ങി തിരിച്ചു കൊടുക്കേണ്ടത് ഞാനല്ല, എനിക്കറിയത്തില്ല. അതിനിപ്പോ ഞാനൊന്നും അറിഞ്ഞില്ല. ഇനിയിപ്പോ വന്നിട്ട് വേണം അതിനിപ്പോ വിശദമായിട്ട് ഇത് നമുക്ക് ക്ലിയർ ആയിട്ട് ഒന്നുകൂടെ കേൾക്കാം. അപ്പൊ നമുക്ക് ഇതിനെ കുറിച്ച് ക്ലിയർ ആയിട്ട് പറയാം. അതായത് രേണു ഇപ്പൊ സംസാരിക്കുന്ന വിഷയം എന്ന് പറഞ്ഞാൽ ഈ വീട് തിരിച്ചു കൊടുക്കേണ്ട കേസിനെ കുറിച്ച് രേണുവിന് അറിയില്ല. രേണു ഇതിനെ കുറിച്ചൊന്നും വിശദമായിട്ട് പഠിച്ചിട്ടില്ല. സോഷ്യൽ മീഡിയയിലുള്ള ഒരു കാര്യങ്ങളും രേണു നോക്കാറുമില്ല, രേണു അറിയാറുമില്ല, രേണു കേൾക്കാറുമില്ല. രേണുവിന്റെ ഏതെങ്കിലും കൂട്ടുകാരി വള്ളി പുള്ളി കോമ ഫുൾ സ്റ്റോപ്പ് ഉൾപ്പെടെ രേണുവിന് പറഞ്ഞു കൊടുക്കും. അതിന്റെ അടിസ്ഥാനത്തിലാണ് രേണു ഒന്ന് സംസാരിക്കുന്നത്. അല്ലാതെ രേണു ഇതൊന്നും കേൾക്കാറില്ല എന്നാണ് പറയുന്നത്. ഈ വിഷയവും രേണു കേട്ടിട്ടില്ല, രേണു അറിഞ്ഞിട്ടില്ല. അങ്ങനെ നമുക്ക് രേണുവിനെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം ഈ അയച്ചിരിക്കുന്നത് രജിസ്റ്റേർഡ് ആണ്. രജിസ്റ്റേർഡ് ആകുമ്പോഴത്തേനും രേണുവിന് മാത്രമേ ഇത് കൈപ്പറ്റാൻ പറ്റൂ. നമ്മൾ മറ്റേ ഒപ്പിട്ട് കൈപ്പറ്റണം. സോ വീട്ടുകാർക്ക് കൈപ്പറ്റാൻ പറ്റൂല. കിച്ചു ഇത് കൈപ്പറ്റിട്ടുണ്ടോ എന്ന് അറിയില്ല. സോ രേണു നാട്ടിൽ വന്നതിന് ശേഷം മാത്രമേ രേണുവിന് ഇത് കൈപ്പറ്റാൻ പറ്റൂ. കൈപ്പറ്റിയതിനു ശേഷം രേണു ഒരു വക്കീലിനെ പോയി കണ്ട് ഇതിന്റെ നിയമ നടപടികളൊക്കെ അറിഞ്ഞതിന് ശേഷമേ സമൂഹ മാധ്യമത്തിൽ സംസാരിക്കാൻ പറ്റൂ. ഇതിനെക്കുറിച്ച് ഒന്നും അറിഞ്ഞതേ ഇല്ല, കേട്ടതേ ഇല്ല, മിണ്ടിയിട്ടേ ഇല്ല എന്ന് പറയുന്ന രേണു കഴിഞ്ഞ ദിവസം ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താ സ്റ്റോറി? ഈ വീട് തിരിച്ചു കൊടുക്കണം എന്ന് ബിഷപ്പ് പറഞ്ഞത് മോശമല്ലേ? അത് തെറ്റല്ലേ? അല്ല, ബിഷപ്പ് അങ്ങനെ ചോദിക്കാൻ പാടുണ്ടോ? ഒരേക്ക് ഇഷ്ടദാനമായി കൊടുത്തതല്ലേ എന്നും പറഞ്ഞ് രേണുവിനെ ന്യായീകരിച്ച ഒരാൾ പറഞ്ഞ സാധനം എടുത്ത് സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു രേണു. പക്ഷെ ഞാനൊന്നും അറിഞ്ഞിട്ടില്ല കേട്ടോ. രേണു പറഞ്ഞപ്പോ പുള്ളിക്കാരി എടുത്ത് സ്റ്റോറി ഇട്ടാ. നമുക്ക് രേണു പറയുള്ള ബാക്കിയും കൂടെ കേട്ടത് നമുക്ക് കുറച്ച് കാര്യങ്ങളോട് പറയാം. വീട്ടിലേക്ക് മാറാൻ പ്ലാൻ ഉണ്ടോ? മറ്റേ ഇതിനെല്ലാം ഉള്ള മറുപടി നമ്മുടെ ക്രൈം ഫയലിനകത്ത് നമ്മുടെ അച്ഛനില്ലേ, വിജയരാഘവേട്ടൻ അച്ഛന്റെ ഇതില് പിന്നെ ഫാദർ ക്ലെമന്റ് കാളിയാർ, അദ്ദേഹം പറഞ്ഞ ഡയലോഗ് എനിക്ക് പറയാനുള്ളൂ. അത് നിങ്ങൾ ഊഹിച്ചോ. പൊക്കോ എന്റെ പിഴ എന്റെ മാത്രം പിഴ വിട്ടോ. അതാണ്. അതെ, കറക്റ്റാണ്. അത് ഈ അച്ഛനുമായിട്ടുള്ള ക്യാരക്ടർ എടുത്തിട്ട് ലിങ്ക് ചെയ്ത് എന്തിനാ നിങ്ങൾ മനസ്സിലായി കാണുമല്ലോ. അത് അച്ഛന്റെ പിഴ തന്നെയാണ്. അത് കറക്റ്റ് അച്ഛന്റെ പിഴ തന്നെയാണ്. ആ സ്വന്തം കുടുംബ സ്വത്തിൽ നിന്ന് ഒരു ഭാഗം എടുത്തിട്ട് ഒരു നിർദ്ധരായ കുടുംബത്തിലെ 2 പിള്ളേർക്ക് വീട് വെക്കാൻ ഇഷ്ടദാനമായി എഴുതി കൊടുത്തത് പിഴയാണ്. ഇപ്പൊ ശരിക്കും അച്ഛന്റെ മനസ്സിൽ തിങ്ക് ചെയ്യുന്ന സാധനം എന്ന് പറഞ്ഞ് രേണു പറഞ്ഞ സാധനം രേണുവിന് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, പക്ഷേ ശരിക്കും അച്ഛനും ആപ്റ്റ് ആവും. അച്ഛനും ചിലപ്പോൾ അത് തന്നെ ആയിരിക്കും പറയുന്നത്. പുള്ളിക്കാരുടെ തെറ്റാണിത്. പുള്ളിക്കാരൻ ഒരിക്കലും ഇതുപോലെ അർഹതയില്ലാത്തവർക്ക് കൊടുക്കാൻ പാടില്ലായിരുന്നു. നമുക്ക് ആ രേണു കോട്ട് ചെയ്ത സാധനം ഒന്ന് കാണാം കേട്ടോ. എന്റെ വലിയ പിഴ. ഇതാണ് സംഭവം. ഇതാണ് രേണു പറഞ്ഞ ആ എന്റെ പിഴ, എന്റെ മാത്രം പിഴ. സത്യമായിട്ട് നിങ്ങളുടെ പിഴയാണ്. ഇതിനകത്ത് രേണു കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. രേണു പറയുന്നത് കുഞ്ചാക്കോ ബോബനും ശാലിനിക്കും ഇത്രയും സൈബർ ബുള്ളിങ് ഇല്ല, ഇത്രയും കോൺട്രവേഴ്സികളില്ല, ഗോസിപ്പുകളില്ല. രേണു മാത്രം എവിടെ തൊട്ടാലും ഗോസിപ്പ എന്നൊക്കെ രേണു എന്ന് പറയുന്നുണ്ട്. അത് നല്ലയാ. ഈ ഗോസിപ്പൊക്കെ രേണു തന്നെ ഉണ്ടാക്കുന്നതാണ്. ഈ കുഞ്ചാക്കോവിനും ശാലിനിയും ഒരു ഗോസിപ്പ് ഉണ്ടാക്കിയിട്ടില്ല. നിങ്ങൾ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഞാൻ ഇവിടെ കാണിക്കുന്നില്ല, കാരണം അബദ്ധത്തിലെങ്ങാനും നിങ്ങൾ പറഞ്ഞതോ എന്റെ വീഡിയോ അങ്ങനെ കൈതട്ടിയെങ്കിലും ഈ പറഞ്ഞ കുഞ്ചാക്കോവിനും കണ്ടോണ്ടല്ലോ, പുള്ളിക്കാരന്റെ മനസ്സിനത് താങ്ങാൻ പറ്റില്ല. അതൊന്നും ഞാൻ കാണിക്കുന്നില്ല. സോ കുഞ്ചാക്കോവിനായിട്ടൊക്കെ കൊണ്ടിട്ട് കമ്പയർ ചെയ്യാതിരിക്കുക കേട്ടോ. കുഞ്ചാക്കോവിനുമായിട്ടും ശാലിനിയായിട്ടൊക്കെ നമുക്ക് രേണു പറയാനുള്ളത് ബാക്കി കേൾക്കാം. രേണു ഒന്നും അറിഞ്ഞിട്ടില്ല. കഴുത്തെ സി എന്നൊരു മാല ഇട്ടിട്ടുണ്ട്. ഈ സി എന്ന് പറയുന്നത് കാമുകനാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കണം. അത് അപ്പൊ കാശുവിനിട്ടാന്ന് പറയും, മനസ്സിലായോ? തെറ്റിദ്ധരിക്കണം. അതൊന്നും നമ്മൾ പറയുമ്പോൾ നമുക്ക് വേറെ കാര്യം പറയാം. മൂടിലല്ല, പാട്ട് പാടാനുള്ള മൂടില്ല. ഒന്നാമത് വിവാദം നടക്കുക വന്നപ്പോൾ തന്നെ തലയ്ക്ക്. കാരണം എന്ത് വിവാദമാണ് നടക്കുന്നത്? രേണു അല്ലേ പറഞ്ഞ രേണു ഇതൊന്നും അറിയാൻ പാടില്ലെന്ന്. രേണു ഒരു വിവാദം അറിഞ്ഞില്ല, ഇനി വേണം പഠിക്കണമെന്നല്ലേ പറഞ്ഞു. പിന്നെ രേണു എന്തിനാണ് ടെൻഷൻ? എന്തിനാണ്
രേണുവിന്റെ തലക്കകത്ത് എന്താണ് രേണുവിന്റെ? രേണു ഇതൊന്നും അറിഞ്ഞിട്ടില്ലെന്നല്ലേ രേണു പറയുന്നത്? നമ്മൾ പറയുമ്പോൾ ഒരു സാധനത്തിൽ തന്നെ പറയണം, അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി തിരിച്ചും കളയരുത്, മാറ്റി തിരിച്ചും പറയരുത്. ഞാൻ ഓർക്കും സമാധാനം, ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ഒരു പ്രശ്നം ഉണ്ടാകത്തില്ലല്ലോ. കുറച്ച് സത്യം ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ സമാധാനം ഉണ്ടാവും. ആർക്കാണെന്നറിയോ? ഈ പറയുന്ന ബിഷപ്പിനും ഈ പറയുന്ന അതിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആളുകൾക്ക്, നിങ്ങളെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആളുകൾക്കും ഒക്കെ സമാധാനം ഉണ്ടാവും. പക്ഷെ നിങ്ങൾ പോകരുത് കേട്ടോ. നിങ്ങൾ പോയി കഴിഞ്ഞാൽ പിന്നെ ഇതുപോലെ സാധനങ്ങളൊന്നും അവിടെ മയക്കം പിടിച്ചോണ്ട് കുയിലുകളൊന്നും വരണമെന്നില്ല. അതുകൊണ്ട് നിങ്ങൾ പോകത്തില്ല, നമുക്ക് പറയാം. അവര് മനസ്സിലായില്ലേ, മറ്റേ ബാച്ചിലേഴ്സിനെ ഇനോഗ്രേറ്റ് ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ അവരുടെ പ്രൊമോഷന് വേണ്ടിയിട്ടല്ല പോയത്, മനസമാധാനത്തിന് വേണ്ടി പോയതാ പാവം വെച്ച്. സമാധാനമാണല്ലോ എന്ന് ഓർക്കുമ്പോൾ തന്നെ അവിടെ ചെല്ലുമ്പോൾ അതിലും വലിയ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുവാണ്. അപ്പം അതുകൊണ്ട് ആകെ ടെൻഷൻ. ഞാൻ കുറച്ച് മൂഡിലല്ല. എനിക്ക് അപ്പോഴേ തോന്നി കുറച്ച് ഇതാന്നുള്ളത്. എനിക്ക് അന്നേരം അറിയായിരുന്നു. എനിക്കത് സംശയം ഉണ്ടായിരുന്നു, എനിക്കത് അറിയായിരുന്നു. തിരിച്ചു കൊടുക്കേണ്ടത് ഞാനല്ല, കൊടുക്കേണ്ടത് എനിക്കറിയത്തില്ല. അതിനെപ്പറ്റി അറിഞ്ഞില്ല. ഇനിയിപ്പം വന്നിട്ട് അതിനെപ്പറ്റി ഞാനൊന്നും അറിഞ്ഞില്ല എന്നല്ലേ പറഞ്ഞത്. കുറച്ചു മുമ്പല്ലേ പുള്ളിക്കാരി പറഞ്ഞത് ടെൻഷൻ, ആ വിവാദം ഉണ്ടാക്കി തലയ്ക്കകത്ത് ഇങ്ങനെയാണ്. ഇവര് ഇങ്ങനെ മാറ്റി മാറ്റി പറയും. ഓരോ ക്യാമറയ്ക്കും ഓരോ സ്റ്റേറ്റ്മെന്റുകൾ പറയും. എന്നിട്ട് ഇവന്മാര് തമ്മിലടിച്ചിട്ട് ഇത് ഒരു സാധനത്തിന് വിവാദമാക്കും. അതിനെപ്പറ്റി വിശദമായിട്ട് കേൾക്കാൻ ഞാൻ അറിഞ്ഞില്ല കേട്ടോ, സത്യമായിട്ട് പറഞ്ഞു. വിവാദം നടക്കുന്നുണ്ട്. ആ വിവാദം നടക്കുന്നെന്ന് അറിഞ്ഞു. അത് എന്തൊരു വിവാദമാണെന്ന് പുള്ളിക്കാരി അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. ഇനി രേണു അറിയേണ്ട ഒരു കാര്യം, രേണുവിന്റെ അറിവിലേക്ക് ഞാൻ പറയാം. ഇത് രേണുവിന്റെ പേരിൽ തന്ന വീടല്ല, രേണുവിന്റെ 2 മക്കളുടെ പേരിൽ തന്ന വീടാണ്. അപ്പോ ഇത് ഇഷ്ടദാനമായിട്ട് തന്നതാണ്. ആ വീട്ടില് അപ്പൊ നിങ്ങൾ താമസിക്കുന്നത് അതൊരു പ്രിവിലേജ് ആയിട്ട് നിങ്ങൾ കാണരുത്. അപ്പൊ നിങ്ങൾ ആ വീട്ടിൽ താമസിക്കുമ്പോഴത്തേനും നമ്മൾക്ക് സ്ഥലവോ വീടോ തന്ന ആളുകളെ അധിക്ഷേപിച്ചില്ലെങ്കിലും പല സാഹചര്യങ്ങളിലും നിങ്ങൾക്ക് നിശബ്ദത പാലിക്കായിരുന്നു. ഒരു സാഹചര്യം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഈ അച്ഛൻ, അതായത് നോബൽ ഫിലിപ്പ് എന്ന് പറഞ്ഞ ഈ ഒരു ബിഷപ്പ്, ഒരു മതത്തിന്റെ വളരെ ഉന്നത പൊസിഷനിൽ ഇരിക്കുന്ന ഒരു പൊസിഷനാണ് ഈ ബിഷപ്പ് എന്ന് പറയുന്നത്. അത് അത്രയും റെസ്പെക്ട്ഫുൾ ആയിട്ട് കാണപ്പെടുന്ന ഒരു പൊസിഷനാണ്. ഈ പൊസിഷനിൽ ഇരിക്കുന്ന ബിഷപ്പ് അദ്ദേഹത്തിന്റെ സ്വന്തം കുടുംബത്തിന്റെ സ്വത്തിൽ നിന്നും ഒരു ഭാഗം ഇവർക്ക് വീട് വെക്കാനായിട്ട് കൊടുക്കുന്നു, സ്ഥലം കൊടുക്കുന്നു. ഇതിനു മുമ്പ് ഈ ബിഷപ്പ് 8 പേർക്ക് കൂടെ ഇതേപോലെ സ്ഥലം വിട്ടുകൊടുക്കുന്നുണ്ട്. അപ്പൊ ടോട്ടൽ 9 പേർക്കാണ് ഇവിടെ പുള്ളിയുടെ കുടുംബ സ്വത്തിൽ നിന്നും ഒരു ഭാഗം പുള്ളിക്കാരൻ ഇവർക്ക് വീട് വെക്കാനായിട്ട് കൊടുക്കുന്നത്. അപ്പൊ അവർക്ക് നിവൃത്തിയില്ല, സ്ഥലം മേടിക്കാനുള്ള നിർവാഹമില്ല, വീട് വെക്കാൻ കൊടുക്കുന്നു. അത് അവിടെ ലൈഫ് പദ്ധതിയിൽ അവർ വീട് വെക്കുന്നു. ഇതാണ് സംഭവം. ഇതിനെക്കുറിച്ച് സജീന സംസാരിക്കുമ്പോൾ രേണുവിന്റെ റിയാക്ഷൻ മാത്രം നിങ്ങൾ നോക്കിയത്, സജീന നിങ്ങൾ നോക്കണ്ട. സജീനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ രേണുവിന് കുറച്ചും കൂടെ ബുദ്ധിയും വിവരമൊക്കെ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സജീനക്ക് തീരെയില്ല. അപ്പൊ രേണു നിങ്ങൾ നോക്കിയത്, സജീന നിങ്ങൾ നോക്കുക വേണ്ട. അച്ഛൻ മര്യാദയ്ക്ക് പ്രാർത്ഥിച്ചിരിക്കും. ഇപ്പൊ ഒരു വീട് കൊടുത്തത് കാണിച്ചു, അതിനകത്ത് ഞാൻ നല്ല രീതിയിൽ കമന്റ് ഇട്ടു. ആർക്കോ കൊടുത്തപ്പോ ഞാൻ ആർക്കാ കൊടുത്തത്? ആര് കൊടുത്തെന്ന്? ഇത് കുറച്ചു നാൾ മുമ്പ് വന്ന സാധനം കേട്ടോ. നിങ്ങൾക്ക് തന്നില്ലയോ? പിന്നെ നിങ്ങൾ എന്തിനു ഇമാതിരി തോന്നിയ ദിവസം കാണിക്കുന്നത്? ആ അച്ഛൻ തന്ന സ്ഥലത്തില് വീടും മറ്റൊരാൾ വെച്ച് തന്നിട്ട് ആ വീട്ടിലേക്ക് താമസിച്ചിട്ട് ഈ കൊടുത്ത ആളെ തിരിച്ചു പറയുമ്പോൾ അതിന് നന്ദിയേടെന്ന് പറയും. രേണുവിനെ സപ്പോർട്ട് ചെയ്ത് ഒരുപാട് ആളുകൾ രംഗത്ത് വരുന്നുണ്ട്. ഒരുപാട് ഇപ്പോഴും ഒരു വിധവയ സ്ത്രീയല്ലേ, അവരെ സപ്പോർട്ട് ചെയ്യണം, അവര് കുടുംബത്തിനെ കഷ്ടപ്പെട്ട് ഉയർത്തിക്കൊണ്ട് വന്നില്ലേ എന്നൊക്കെ പറയുന്ന ആളുകൾ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. നിങ്ങൾ ചിന്തിച്ചു നോക്കുന്ന ഈ എമ്പതി എന്ന് പറഞ്ഞ സാധനം അതൊന്നും വേണ്ട. നിങ്ങൾ ചിന്തിച്ചു നോക്കുക സാധനം. നിങ്ങൾക്കൊരു 10 ഏക്കർ സ്ഥലമുണ്ട്. 10 ഏക്കർ സ്ഥലത്ത് നിന്ന് നിങ്ങളൊരു 6.5 സെന്റ് ഒരാൾക്ക് കൊടുത്തു, വീട് വെക്കാനായിട്ട് കൊടുത്തു. അയാൾ അവിടെ ഒരു വീട് വെച്ചു, താമസിക്കുന്നു. വീട് താമസം തുടങ്ങിയിട്ട് നേരെ ഇറങ്ങി വന്നിട്ട് എനിക്ക് വീടിന് സ്ഥലം തന്ന ലവനുണ്ടല്ലോ, ലവൻ വെറും നാറിയാണ് എന്ന് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെ പ്രതികരിക്കും? അത്ര ഈ അച്ഛൻ പ്രതികരിച്ചിട്ടുള്ളൂ, അത്രയും പോലും ഈ അച്ഛൻ പ്രതികരിച്ചിട്ടില്ല എന്നാണ് എനിക്ക് പറയാൻ ഉള്ളത്. ബാക്കിയേക്കാം. ഞാൻ പറഞ്ഞ് അച്ഛൻ ദാനം കൊടുക്കുന്നത് നല്ല പുണ്യ പ്രവൃത്തിയാണ്. അത് ആ ദൈവത്തിന്റെ ഒരുപാട് അനുഗ്രഹം കിട്ടും. പക്ഷെ കൊടുത്തതോ കൊടുത്തു. ഇനി ഇത് ഞാൻ കൊടുത്തയാണേ എന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയുടെ മുന്നിൽ വരല്ലേ അച്ഛൻ. കൊടുത്തതോ കൊടുത്ത്, എന്നിട്ട് ഞാൻ കൊടുത്തയാണേ എന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ മുമ്പിൽ വരില്ലെന്ന്. അപ്പൊ വാങ്ങിയതോ വാങ്ങിയിട്ട് മിണ്ടാതെ മൂലയ്ക്ക് പോയിരിക്കണം. അല്ലാതെ അത് പോയേ ഇത് പോയേ അച്ഛൻ കൊള്ളൂലേ, അച്ഛൻ അങ്ങനെ പറഞ്ഞു എന്നും പറഞ്ഞുകൊണ്ട് ഇറങ്ങരുത് എന്ന് താങ്കളുടെ സുഹൃത്തിനോടൊന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അത് വളരെ ഉപകാരകരമായിട്ടുള്ള കാര്യമായിരിക്കും. നിങ്ങൾ ഈ രേണുവിന്റെ വീട് നഷ്ടപ്പെടാനുള്ള ഏറ്റവും പ്രധാന കാരണങ്ങളെ നമ്മളൊരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആയിട്ട് ഒരു വട്ടം വരച്ചിട്ട് അതിനെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആയിട്ട് പിരിച്ചു കഴിഞ്ഞാൽ അതിലൊരു 85% സജീന വ്ലോഗ്സിന്റെ വീഡിയോകളാണ് ഈ വീട് തിരിച്ചു പോകാനുള്ള കാരണം. ബാക്കി ഉള്ള തുച്ഛമായ പെർസെന്റേജ് മാത്രമേ രേണുവിന്റെ കയ്യിലിരിപ്പോണ്ട് പോയിട്ടുള്ളൂ. അപ്പൊ സജീനയ്ക്ക് നിങ്ങൾ പ്രത്യേകം കടപ്പെട്ടിരിക്കണം. ഈ കുഴപ്പമില്ല, രേണുവിന് ഇപ്പൊ കാശുണ്ട്, രേണു ഇപ്പൊ ലക്ഷങ്ങൾ അക്കൗണ്ടിലുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. രേണു വേറെ വീടൊക്കെ വെച്ചോളുണ്ട്. രേണുവിൽ നിന്നും ഒരു രോമത്തിൽ പോലും ഉള്ള സാധനമുണ്ട്, സിമ്പിൾ കേസ്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം,
നിങ്ങളൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരുന്നു, ഈ രേണു ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നു, വീട്ടിൽ നിന്ന് ഇറങ്ങി കൊടുക്കാൻ സൗകര്യമില്ല, ഋതപ്പന് 18 വയസ്സാകുന്നവരെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ഇങ്ങനെ ചെയ്യേണ്ട ഒരു വാ നിയമപരമായിട്ട് വാ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വാ നിയമപരമായിട്ട് വന്ന് എത്രയും പെട്ടെന്ന് ഫേസ് ചെയ്യ്. നിങ്ങൾക്ക് ആ വീട് തിരിച്ചു കൊടുത്താലും ഇല്ലെങ്കിലും നിങ്ങൾ ഈ ലീഗൽ ലോക്കിൽ പെടും. നിങ്ങൾ ഇതിന്റെ പുറകെ കുറെ നടക്കേണ്ടി വരും. നിങ്ങളുടെ അതിന് കുറെ കാശ് ഇറങ്ങും. അതിന് കാശ് ഇറക്കൂ, അതോ അത് ഈ ഫിറോസിക്ക പണിയുന്ന വീടില്ലയോ, ഫിറോസിക്ക ഒന്ന് കാശ് ഇറക്കട്ടെന്ന് പറയുമെന്ന് എനിക്കറിയാൻ പാടില്ല. അല്ലെങ്കിൽ അച്ഛൻ കൊടുത്ത കേസല്ലേ, അച്ഛനല്ലേ കേസ് കൊടുത്തത്, അച്ഛൻ തന്നെ എന്റെ കൂടെ വക്കീലിന് കേസ് പൈസ കൊടുക്കുക എന്ന് പറയുമെന്നൊന്നും എനിക്കറിയാൻ പാടില്ല. എന്നാലും കൊള്ളാം. രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്നവരെ നമ്മൾ കമന്റ് ബോക്സിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യാണ്. രേണുവിനെ എതിർക്കുന്നവർക്കും കമന്റ് ഇടാം, സഭ്യമായ പക്ഷേ മാത്രം കമന്റ് ഇടാം കേട്ടോ. മോശം കമന്റ് ഒക്കെ ഡിലീറ്റ് ചെയ്തോളാം. നമുക്ക് അങ്ങനെ മോശമായിട്ട് പറയരുതെന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. സഭ്യമായ രീതിയിൽ നിങ്ങൾക്ക് പറയാനുള്ള വിമർശനങ്ങൾ പറയാം മറ്റു കിട്ടാൻ വരെ.